UDF സർക്കാരിന്റെ സുപ്രധാന പോസ്റ്റുകളിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുള്ളവരെ നിയമിക്കുന്നു എന്ന ആക്ഷേപം സർക്കാർ അധികാരമേറ്റതിന് തൊട്ട് പിന്നാലെ തന്നെ തുടങ്ങിയതാണ്. അതൊന്നുകൂടി കടുപ്പിച്ച് സംഘപരിവാറുകാരെ നിയമിക്കുന്നു എന്ന പരസ്യ വിമർശനവുമായി രംഗത്തെത്തുകയാണ് സമസ്ത. PM ശ്രീയുമായി മുന്നോട്ടു പോകാനുള്ള നീക്കം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിനാഥനെ നിയമിക്കൽ, സർക്കാർ ലീഡർമാരുടെ സംഘപരിവാർ ബന്ധം തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാർ നിലപാടുകളിൽ സമസ്തയ്ക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. വിമർശനങ്ങൾ ഉയരുന്നുണ്ടെന്നും ഇക്കാര്യം ലീഗ് UDFൽ ഉന്നയിക്കണമെന്നും സമസ്തയിലെ ലീഗ് അനുകൂല നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ പരസ്യ നിലപാടെടുത്ത് ഇന്ന് രംഗത്തെത്തി. സംഘപരിവാറുമായുള്ള ഈ ഇത്തരത്തിലുള്ള വ്യാപകമായ പ്രചരണം നടക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് UDF ഗൗരവത്തിലെടുക്കുമെന്നും ചർച്ച ചെയ്യുമെന്നും അതിന് തീരുമാനമുണ്ടാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി നേരത്തെ വളരെ കൃത്യമായി അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പരസ്യമായി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രസംഗിച്ചിരുന്നു. അങ്ങനെ സംഘപരിവാർ ബന്ധത്തെക്കുറിച്ചും അതുപോലെ തന്നെ കേരളത്തെ ഒരു വർഗീയതയിലേക്ക് കൊണ്ടുപോകാതെ ജനാധിപത്യ രീതിയിൽ സൗഹൃദപരമായി കൊണ്ടുപോകണം എന്നതിൽ നിശ്ചയദാർഢ്യതയുള്ളൊരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ അദ്ദേഹത്തിൽ നിന്ന് വന്നിരുന്നു. അതാണ് കേരളത്തിലെ ജനം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ഉന്നത സ്ഥാനത്ത് ഇരുത്താനുണ്ടായ സാഹചര്യം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതാണ് സതീഷിന്റെ നിലപാടുകളെയും സമസ്ത ചോദ്യം ചെയ്യുന്നു. നേരത്തെ സതീശൻ എടുത്ത പരസ്യ നിലപാടുകളിൽ വ്യതിചലിച്ചോ, ആ നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ചോ എന്നതാണ് സമസ്ത നേതാവ് ഉയർത്തുന്ന ചോദ്യം. വ്യതിചലിച്ചുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് തീർച്ചയായും നമ്മുടെ കടമയാണ്. അതാണിപ്പോൾ UDF ചേർന്നുകൊണ്ട് അവർ ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ സംസ്കാരത്തിൽ നിന്ന് കേരളം വ്യതിചലിച്ചു പോകുമ്പോൾ നമുക്കൊക്കെ പ്രയാസമുണ്ടാകും. എല്ലാ ജാതി മതസ്ഥരോടും സൗഹൃദം പങ്കിട്ട് എല്ലാ ജാതി മതസ്ഥരോടും തുല്യ സമീപനം സ്വീകരിച്ച് ഒരു മതേതരത്വത്തിലും സമാധാനത്തിലും കേരളം നിലനിൽക്കുന്ന കേരള മോഡൽ, ആ റോൾ മോഡൽ അത് നിലനിർത്തലാണ് നമ്മുടെ ആവശ്യം. അതിനാണ് ഗവൺമെന്റ് പ്രാമുഖ്യം നൽകേണ്ടത്. അങ്ങനെ നൽകുമെന്നാണ് മുഖ്യമന്ത്രി പരസ്യമായി നേരത്തെ പ്രസംഗിച്ചതും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര വലിയ മാൻഡേറ്റ് കൊടുക്കാൻ ജനങ്ങൾ തയ്യാറായതും. അങ്ങനെ തന്നെ നിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിൽ നിന്നുള്ള വ്യതിചലനം സ്വാഭാവികമായും എല്ലാവർക്കും പ്രയാസം ഉണ്ടാക്കും. സമസ്തയ്ക്ക് മാത്രമല്ല വിമർശനം, പ്രതിപക്ഷവും സർക്കാരിനെതിരെ രംഗത്തെത്തുന്നുണ്ട്. സർക്കാർ സീനിയർ ഗവൺമെന്റ് ലീഡറായി നിയമിച്ച PS ശരത്തിന് സംഘപരിവാർ ബന്ധമുണ്ട് എന്ന വിമർശനവുമായി CPM MLA PM മുഹമ്മദ് റിയാസ് രംഗത്തെത്തി. ശരത് തൃശൂർ ലോ കോളേജിൽ ABVP നേതാവായിരുന്നു. ക്രിമിനൽ കേസുകളിൽ BJPക്ക് വേണ്ടി ഹാജരായിരുന്ന അഭിഭാഷകനായിരുന്നുവെന്നും റിയാസ് ആരോപിച്ചു. ABVPയുടെ സജീവ പ്രവർത്തകനായ ഈ വ്യക്തിയെ എങ്ങനെയാണ് മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന നിയമവകുപ്പിന്റെ ഭാഗമായുള്ള ഹൈക്കോടതിയിലെ ഗവൺമെന്റിന്റെ പ്ലീഡർമാരെ നിശ്ചയിക്കുന്ന പട്ടികയിൽ ഇടം കണ്ടെത്തിയത്? പ്ലീഡർ എന്ന് പറഞ്ഞാൽ ഒരു സർക്കാരിന്റെ ശബ്ദമാണ്. അവിടെ ഇതുപോലുള്ള BJPയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ നിയമിക്കുന്നതിലൂടെ വളരെ ഗൌരവമേറിയ ഒരു പ്രശ്നമായി ഇത് കാണേണ്ടതുണ്ട്. ഇതിൽ മുഖ്യമന്ത്രി മറുപടി പറയണം, KPCC ഇതിനകത്ത് മറുപടി പറയണം, AICC ഇതിൽ നിലപാട് വ്യക്തമാക്കണം. ഒരു മന്ത്രി ഇത് പരിശോധിക്കുന്നു പറഞ്ഞത് പരിശോധിക്കട്ടെ. എന്നാൽ ഇത് എന്തൊരു തിരുത്തലാണ്? ഞാൻ നിയമസഭയിൽ പറഞ്ഞ പോലെ തിരുത്തലുകളുടെ ഒരു ഘോഷയാത്രയല്ലേ നടക്കുന്നത്? ഇങ്ങനെയുണ്ട് തിരുത്തൽ. ഓരോ ദിവസവും 2 തിരുത്തലാണ്.